നമ്മൾ മങ്കടന്റെ ചരിത്രം പറയുകയാണെങ്കിൽ പൊതുവെ നമ്മളെല്ലാവരും ഫുട്ബോളിനെ അത്ര കണ്ട് സ്നേഹിക്കുന്നവരാണ്. കാൽപന്ത് കളിയെ നെഞ്ചേറ്റിയ മലപ്പുറത്തുകാർക്ക് ഈ വള്ളുവനാടിന്റെ മണ്ണിൽ തന്നെ ആദ്യമായിട്ട്, മലപ്പുറത്ത് മാത്രമല്ല ആദ്യമായിട്ട് പന്തുരുണ്ട് തുടങ്ങാൻ പോകുന്നത്, സെവൻസ് ഫുട്ബോളിന് പന്തുരുണ്ട് തുടങ്ങാൻ പോകുന്നത് ഈ മങ്കടയിലാണ്. മങ്കടയില് യുണൈറ്റഡ് FC ഉദയം ചെയ്യുകയാണ്. വലിയ ലക്ഷ്യങ്ങളോടെയാണ് ഉദയം ചെയ്യുന്നത്. ഒരുപാട് ക്ലബ്ബുകളുടെ ഒരു കൂട്ടായ്മയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളുകളാണ്. ഫുട്ബോളിനെ അതിരറ്റ് സ്നേഹിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ അതിൻ്റെ പുതിയ ഈ സീസണിലെ ഏറ്റവും ആദ്യത്തെ ഫുട്ബോൾ മാമാങ്കത്തിന് ഈ മാസം അടുത്ത് തന്നെ 12-ാം തീയതി തുടക്കമാവുകയാണ് മങ്കട സ്കൂൾ ഗ്രൗണ്ടിൽ. അപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ കാൽനാട്ടൽ കർമ്മം മറ്റുള്ള കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. സ്വാഗത സംഘം രൂപീകരണ യോഗം കൂടി നടന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മോടൊപ്പം ക്ലബിൻ്റെ ഭാരവാഹികൾ എല്ലാവരും ഉണ്ട്. അതായത് ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വലിയ വിഷനാണ്. അതായത് നല്ലൊരു സ്റ്റേഡിയം എന്നതൊരു വലിയ സ്വപ്നമാണ്. അത് യാഥാർത്ഥ്യമാക്കണം. അതുകൂടാതെ ഭാവി തലമുറയിലേക്ക്, അതായത് ഭാവിയിലേക്ക് ഉന്നം വെച്ച് മികച്ച പ്രതിഭകളെ വാർത്തെടുക്കുന്ന ഫുട്ബോൾ അക്കാദമി, വലിയ സ്വപ്നങ്ങളാണ്. അപ്പൊ ആ സ്വപ്നങ്ങളൊക്കെ ഈ നാടറിയണം, മലപ്പുറം അറിയണം, മലബാർ അറിയണം, വള്ളുവനാട് അറിയണം. ലോകത്തോളം വളരുന്ന ഒരു ഫുട്ബോൾ ക്ലബിനാണ് ഇന്ന് ഇവിടെ തുടക്കമിട്ടിരിക്കുന്നത്. ഇതിന്റെ ക്ലബിന്റെ യുണൈറ്റഡ് FCയുടെ രക്ഷാധികാരി PT ഗ്രൂപ്പിന്റെ ചെയർമാൻ കൂടിയായ PT സലാം നമ്മോടൊപ്പം ഉണ്ട്. ഈ ക്ലബ്ബ് യുണൈറ്റഡ് FC വലിയ ലക്ഷ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ആ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളെ ലക്ഷ്യം എന്ന് പറയുന്നത് പുതിയ തലമുറക്ക് ഫുട്ബോൾ കളിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കുക, അതിനാവശ്യമായ കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിക്കുക, അതിനാവശ്യമായ ഒരു അക്കാദമി സ്ഥാപിക്കുക, അവർക്ക് കളിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയം ഉണ്ടാക്കുക. അതിന് നമ്മുടെ മങ്കടയിലുള്ള മങ്കട അല്ലെങ്കിൽ മങ്കട പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് തലത്തിലുള്ള എല്ലാ പ്രാദേശിക ക്ലബ്ബുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ സപ്പോർട്ടുകളോടുകൂടി നമ്മുടെ ഒരു ജനകീയ മേള, ജാതി രാഷ്ട്രീയം മറന്ന് എല്ലാവരും മങ്കടക്കാർ ഒരൊറ്റക്കെട്ടായിട്ടുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി പൂർണ്ണ സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ ഒരു സ്വാഗത സംഘത്തിൽ എത്തിച്ചേർന്ന ആ ഒരു മേള നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നേരത്തെ SI ഷെരീഫ് തുടങ്ങൽ സാറ് പറഞ്ഞതുപോലെ ലഹരി മാഫിയ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികളെയാണ്, യുവാക്കളെയാണ്. അതുപോലെ നേരത്തെ SHO ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മങ്കടയിലെ കുട്ടികൾ, മങ്കടയിലെ പിള്ളേര് അവർ രാത്രി കുറെ വൈകി ഇവിടെ ഇരുന്നാൽ പോലും ഞങ്ങളത് വലുതായിട്ട് ശ്രദ്ധിക്കാറില്ല. കാരണം അവരൊക്കെ ഇരിക്കുന്നത് ഒരു സൗഹൃദ കൂട്ടായ്മയും ഭാവിയെക്കുറിച്ചുള്ള ആശയങ്ങൾ പങ്കുവെക്കാനുമാണ്. അവർക്കൊക്കെ പിന്നിൽ അവരെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു വലിയ നല്ല കുറെ മനുഷ്യർ ഈ നാട്ടിലുണ്ടെന്ന് അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലഹരിയിലേക്ക് വഴിതെറ്റി പോകാതെ ഈ കുട്ടികളെയൊക്കെ ചേർത്ത് പിടിച്ച് അവരെയൊക്കെ ഫുട്ബോൾ ആണ് ലഹരി, കായിക മേഖലയിലേക്ക് കൊണ്ടുവരിക, അതിനൊക്കെ വലിയ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ടാവില്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ മങ്കടന്റെ ചരിത്രം പറയുകയാണെങ്കിൽ പൊതുവെ നമ്മളെല്ലാവരും ഫുട്ബോളിനെ അത്ര കണ്ട് സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റേഷനിൽ HSO പറഞ്ഞത് രാത്രി ആയാലും ഈ കുട്ടികളെ നമ്മൾ ഭയക്കേണ്ടതില്ല എന്നുള്ളത്. അവരുടെ ലഹരി എന്ന് പറയുന്നത് ഫുട്ബോളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ കുട്ടികൾ യാതൊരു കാരണവശാലും വഴിതെറ്റി പോകാനുള്ള ഒരവസരം ഇല്ലാതിരിക്കാനാണ് നമ്മൾ ചെറിയ ഒരു 8ാം ക്ലാസ് മുതലുള്ള 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ നമ്മളെ സ്കൂളുകളിൽ നിന്നും മറ്റു തലങ്ങളിൽ നിന്നും സെലക്ട് ചെയ്തുകൊണ്ട് ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കൊരു അക്കാദമിക്ക് നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുക എന്ന ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ഒരു ലക്ഷ്യത്തിൽ നമ്മളെല്ലാവരും എത്തും. അതിന് നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഈ അഖിലേന്ത്യാ ഫുട്ബോൾ സെവൻസ് ഫുട്ബോൾ ഇപ്പോൾ ഇവിടെ നടത്താൻ പോകുന്നു. അപ്പോൾ വിദേശ താരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ യുണൈറ്റഡ് FC വിദേശത്തൊക്കെ കളിക്കാവുന്ന തരത്തിലേക്ക് വലിയ തരത്തിലേക്ക് ഉയർത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനുള്ളൊക്കെ സജ്ജീകരണങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുക്കേണ്ടി വരുമല്ലോ. ഇപ്പോൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ.
അത്തരം സജ്ജീകരണങ്ങളൊക്കെ നിങ്ങൾ ഒരുക്കി കഴിഞ്ഞു. കാരണം ഈ വള്ളുവനാട്ടിലെ ആദ്യത്തെ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനാണ് മങ്കട സ്കൂൾ ഗ്രൗണ്ടിൽ പന്തുരുണ്ട് തുടങ്ങാൻ പോകുന്നത്. ആ സജ്ജീകരണങ്ങളിലൊക്കെ പൂർണ്ണമായി അതുവരെ എത്തിയിട്ടുണ്ടോ? എല്ലാ സജ്ജീകരണവും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് SFA ഞങ്ങളോട് പറഞ്ഞത് നവംബറിൽ കളി നടത്താൻ ധൈര്യമുള്ള ആളുകൾ മാത്രം ഏറ്റെടുത്താൽ മതി, അല്ലെങ്കിൽ ഈ പ്രാവശ്യം ആ കളി നടത്തണം നിർബന്ധമല്ല എന്ന് പറഞ്ഞപ്പോഴും റിസ്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ കളി ഏറ്റെടുത്തത്. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മോടൊപ്പം അഡ്വക്കേറ്റ് കുഞ്ഞാലിയുണ്ട്. ഇദ്ദേഹം നേരത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തില് ക്രിക്കറ്റില് വനിതാ ക്രിക്കറ്റില് ഓസ്ട്രേലിയയിലെ നമ്മുടെ ഇന്ത്യൻ വനിതാ ടീം നടത്തിയ പ്രകടനവും ഒക്കെ പറഞ്ഞായിരുന്നു. അതിപ്പോ നമ്മളെല്ലാവരും സ്പോർട്സിനെ പ്രേമിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ കുഞ്ഞാലി വക്കീല് ഈ കായിക മേഖലയൊക്കെ സസൂക്ഷ്മം വീക്ഷിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ മങ്കടയിലെ ഫുട്ബോളിന് ഒരു വലിയ ഉണർവ് പകരുന്ന ഒരു കാര്യത്തിനാണ് ഇവരൊക്കെ തുടക്കമിടുന്നത്. അപ്പൊ ഈ ഇത്രയും വലിയ വിഷനൊക്കെ ഇവരുടെ മുന്നിലുണ്ട്. അതൊക്കെ അവർ യാഥാർത്ഥ്യമാക്കുമെന്ന് പറയുന്നുണ്ട്. അതിന് പ്രാപ്തിയുള്ള ആളുകളാണ് അതിന്റെ പിന്നിലുള്ളത്. അപ്പൊ അതിന്റെ ആ ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്തുന്നതിനുള്ള പൂർണ്ണ സഹകരണം നിങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവില്ലേ? സർട്ടൻലി ഞങ്ങൾ മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഉണ്ടാവും, എല്ലാ വിഭാഗം ജനങ്ങളും ഉണ്ടാവും. ഈ മങ്കടയിലെ ഫുട്ബോളിനെ സംബന്ധിച്ച് ഇവിടെ അതിൽ പൊളിറ്റിക്സ് ഇല്ല, മതമില്ല, ഒന്നുമില്ല. മങ്കടിന്റെ ഒരു പാരമ്പര്യം അതാണ്, ഒരു ചരിത്രം അതാണ്. ഈ മങ്കടയിൽ ആ ചരിത്രത്തിന് ചില കോട്ടം തട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇവര് അവതരിപ്പിച്ച ഒരു വിഷനിൽ കണ്ടു 2015 ശേഷം 2015 ശേഷം നമ്മുടെ പിള്ളേര് വളരെ പിറകിലാണ്. കാരണം അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആളില്ല. അവരെ ഒരു ഒരു ക്യാച്ച് ദം ഫസ്റ്റ്, അവരെ പിടിച്ചെടുത്തിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരണം. ആ വളർത്തിക്കൊണ്ടുവരാൻ ആളില്ലാതെ പോയപ്പോൾ മറ്റു പല പിറകോട്ട് നിന്നിരുന്ന മേഖലകളിലൊക്കെ മലപ്പുറം ജില്ലയിലും കേരളത്തിലും മുന്നോട്ട് വന്നപ്പോൾ കേരളത്തിലെ സന്തോഷ് ട്രോഫിയിൽ പോലും ടീം ഉണ്ടായിരുന്ന മങ്കടക്കാരായ ആളുകൾ പിറകിലോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവർ പറയുന്ന ആ പഴയകാല പ്രതാപം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, ഒരു എഫേർട്ട് നടത്തുമെന്നാണ്. അതിൽ ഈ ക്ലബിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതിന് കഴിയും എന്ന പൂർണ്ണ വിശ്വാസം. കാരണം അപ്രാപ്യമായ പലതും ഇവിടെ പ്രാപ്യമാക്കിയിട്ടുള്ള ആളുകളാണ് ഇതിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന, പ്രത്യേകിച്ച് ചെയർമാനെ പോലുള്ള ആളുകൾ. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അവരതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ എല്ലാ വിഭാഗം ആളുകളും അതിൽ മറ്റൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും. യുണൈറ്റഡ് FC ജനറൽ സെക്രട്ടറി ആലങ്ങാടൻ ഷാജി കൂടി നമ്മോടൊപ്പം ഉണ്ടപ്പോ ഇതൊരു വലിയ ചരിത്ര സംഭവമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു കാലത്ത് മങ്കടയിൽ വലിയ സന്തോഷ് ട്രോഫി കളിച്ച വലിയ താരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നേരത്തെ സുരേന്ദ്രേട്ടനൊക്കെ ഞാനിവിടെ നിൽക്കാൻ സമയമില്ല, എനിക്ക് റോസ് ലോഞ്ചിലെ ആളുകൾ കാത്തിരിക്കുകയാണ്, ഒന്ന് വിചാരിക്കരുത് വന്ന് പറഞ്ഞിട്ട് പോയത്. അപ്പൊ സുരേന്ദ്രേട്ടൻ പോലെ അതുപോലെ ഒരുപാട് താരങ്ങൾ അവരുടെയൊക്കെ അനുഭവങ്ങൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്നോട് തന്നെ. അതായത് അന്ന് കളിക്കാൻ പോവുകയും അതുപോലെ തന്നെ നേരത്തെ SI പറഞ്ഞതുപോലെ കളി കാണാൻ എല്ലാവരും ഒരുമിച്ച് പോവുകയും. അപ്പൊ ഈ മങ്കട വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്, മങ്കട വലുതായിട്ട് മാറുകയാണ്. അപ്പൊ ഈ യുണൈറ്റഡ് FC മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നത് അത് ഈ യുവാക്കളെ ഇവിടെ നിന്ന് വലിയ താരങ്ങളെ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലാവുമോ? തീർച്ചയായും ഞങ്ങളുടെ ചെയർമാൻ PT അബ്ദുസലാമിന്റെ നേതൃത്വത്തിൽ വളരെ അധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ഞങ്ങളൊരു അക്കാഡമി എന്ന ലക്ഷ്യത്തിലൂടെയാണ് പോകുന്നത്. ഞങ്ങളുടെ ഓൺ സ്റ്റേഡിയം ഒക്കെ ഞങ്ങളെ മനസ്സിലുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ, നാട്ടുകാരുടെ പിന്തുണ അതിന് വേണം. അതുപോലെ ഈ നവംബർ 2ാം വാരത്തിലാണ് ഞങ്ങൾ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മങ്കടയിൽ ആരംഭിക്കുന്നത്. ഏകദേശം 20ഓളം ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. സൂപ്പർ സ്റ്റുഡിയോ, അൽമദീന ചെർപ്പുളശ്ശേരി, സബാൻ കോട്ടക്കൽ, അതുപോലെ ടൗൺ ടീം അരീക്കോട് പോലുള്ള വളരെ മികച്ച 20 ടീമുകളുടെ നല്ലൊരു മത്സരമായി ഇവിടെ നടക്കുക. നമ്മളെ സംസ്ഥാന പ്രസിഡന്റ് ലിന്നേട്ടൻ, അതുപോലെ സംസ്ഥാന സെക്രട്ടറി ബാവാക്ക, നമ്മുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ലത്തീഫ് കൽപ്പഞ്ചേരി അടക്കമുള്ള എല്ലാ നേതാക്കന്മാരുടെയും പിന്തുണയോടുകൂടി വളരെ നല്ലൊരു ടൂർണമെന്റ് നടത്താൻ ഞങ്ങൾ പൂർണ്ണമായി സജ്ജമാണ്. ഞങ്ങൾ എല്ലാവിധ പിന്തുണയും നമ്മളെ ചെയർമാൻ പറഞ്ഞതുപോലെ ഞങ്ങളെ മുന്നൊരുക്കങ്ങൾ നടത്തി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ നല്ല ടൂർണമെന്റ് നടത്തുമെന്ന് ഇവിടെ പ്രഖ്യാപിക്കാം. അല്ല, ഞാൻ പറഞ്ഞിട്ട് ഇത്രയും വലിയ കേരളത്തിൽ അറിയപ്പെടുന്ന ക്ലബ്ബുകളൊക്കെയാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. അതായത് പല സ്ഥലങ്ങളിലും ഏതൊക്കെ ക്ലബ്ബുകളെ കൊണ്ടുവരണമെന്ന് തീരുമാനം എടുത്തു വരുന്നേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോഴേ നിശ്ചയിച്ചു കഴിഞ്ഞു കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ക്ലബ്ബുകൾ തന്നെ മങ്കടയിൽ വരണം, അവരിവിടെ പന്ത് തട്ടണം. അപ്പൊ ഏതാണ്ട് നല്ലൊരു ക്രൗഡ് ഇവിടെ ഉണ്ടാകും. അതിനുള്ള സജ്ജീകരണങ്ങളും എല്ലാം നിങ്ങൾ പൂർണ്ണമായും ഒരുക്കാൻ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഒരുക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ജനങ്ങൾക്കുണ്ടാവുമല്ലോ. അതിൻ്റെ ഒരു തീർച്ചയായും ഞങ്ങൾ അതിനെല്ലാം എല്ലാ മുന്നൊരുക്കങ്ങളും യുണൈറ്റഡ് FC മങ്കട
തയ്യാറായിട്ടുണ്ട്. അതുപോലെ SFAന്റെ പൂർണ്ണ പിന്തുണ ഞങ്ങൾക്കുണ്ട്. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ടൂർണമെന്റാണ്, കേരളത്തിലെ SFAയുടെ ആദ്യത്തെ ടൂർണമെന്റ്, മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ടൂർണമെന്റാണ്. അത് വിജയിപ്പിക്കാൻ SFAയും വളരെയധികം മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എല്ലാവിധ പിന്തുണയുണ്ട്. അതുപോലെ ഞങ്ങളെ ചെയർമാൻ അടക്കമുള്ള ഞങ്ങളുടെ തിങ്ക് ടാങ്കുകൾ കുറെ, ഹാരിസ്, ഞങ്ങൾ ട്രഷറർ അടക്കമുള്ള സിദ്ദീഖ്, ഞങ്ങളെ വൈസ് ചെയർമാൻ അഫീദ് അടക്കമുള്ള എല്ലാ ആളുകളും അത് അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചുരുങ്ങിയൊരു 10-20 ദിവസം കൊണ്ട് ഞങ്ങളെ ടൂർണമെന്റ് എല്ലാവിധ, ഞങ്ങളുടെ പ്രസിഡന്റ് സമതാക്കു, ഞങ്ങളുടെ രക്ഷാധികാരി, ഞങ്ങളുടെ എല്ലാം വഴികാട്ടിയ സുരേന്ദ്രൻ മങ്കട, ഞങ്ങളെ എല്ലാ ആളുകളും, നമ്മുടെ ഷൗക്കത്ത് അടക്കമുള്ള മുൻ സെവൻസ് ഫുട്ബോളിൽ 10-20 വർഷം കളിച്ച് പരിചയമുള്ള സൂപ്പർ സ്റ്റുഡിയോന്റെ എല്ലാവരും അറിയപ്പെടുന്ന ചാരാണ് മങ്കട ഷൗക്കത്ത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. വളരെ വിജയമാക്കാൻ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, ഏതായാലും മങ്കടയുടെ ചരിത്രത്തില് വലിയൊരു സംഭവത്തിന് തുടക്കമിടുകയാണ് യുണൈറ്റഡ് FC. അത് ചെറിയ ലക്ഷ്യമല്ല, കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് അവരൊക്കെ ലോകം അറിയുന്ന വലിയ താരങ്ങളാക്കാനുള്ള അക്കാദമി തുടങ്ങുന്നുണ്ട്. അതുകൂടാതെ വിദേശ താരങ്ങളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ മത്സരങ്ങൾക്ക് അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. വിദേശത്ത് പോയി കളിക്കാവുന്ന തരത്തിൽ മങ്കടയിലെ നല്ലൊരു ഫുട്ബോൾ ടീമിനെ വാർത്തെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റെവിടെയും കിട്ടാത്ത തരത്തിൽ വലിയ സ്വപ്നങ്ങളുള്ള, ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന, അതിനുള്ള പ്രാപ്തിയുള്ള, അതിനുള്ള ദീർഘവീക്ഷണമുള്ള, ഊർജ്ജസ്വലതയുള്ള വലിയൊരു സംഘാടക സമിതി തന്നെ ഉണ്ട് എന്നുള്ളത്, ടീം വർക്ക് അങ്ങനെ ഉണ്ട് എന്നുള്ളത് തന്നെ മങ്കടക്കാർക്ക് അഭിമാനത്തോടെ നോക്കിക്കാണാം. അപ്പൊ മങ്കടയിലെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊക്കെ ചേർത്ത് പിടിക്കാൻ, നിങ്ങൾ ഫുട്ബോൾ താരങ്ങളാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കാൻ വലിയൊരു ടീം തന്നെ ഇവിടെ ഉണ്ട്. എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസവും പ്രാപ്തിയുമുള്ള ആളുകളാണ് നിങ്ങൾക്കൊപ്പമുള്ളത്. അപ്പൊ ഇനി മങ്കട ചരിത്രം കുറിക്കും ഫുട്ബോളിലൂടെ. ഭാവിയിലേക്ക് വലിയ താരങ്ങളെ, ഈ സന്തോഷ് ട്രോഫിക്ക് മാത്രമല്ല ഇന്ത്യൻ ടീമിലേക്ക്, ഒരുപക്ഷെ വിദേശത്തെ ടീമുകളിലേക്ക് പോലും നല്ല താരങ്ങളെ സംഭാവന ചെയ്യുന്ന, താരങ്ങളെ വളർത്തിയെടുക്കുന്ന ഒരിടമായി ഈ മങ്കട മാറും. ഇതിന്റെ ചെയർമാനായ PT ഗ്രൂപ്പിന്റെ അബ്ദുൽ സലാം, PT സലാം, നിങ്ങളുടെ ഈ പിന്തുണയും നിങ്ങളുടെ ഈ പരിശ്രമവും നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. ക്യാമറാമാൻ ബുജേർ സാദിഖിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.